നമസ്കാരം. 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 26 ക്രൈസ്തവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു ദിനം കൂടിയാണ് അന്നാണ് കേരള സർക്കാർ വർഷങ്ങൾ നീണ്ട ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം, പ്രതിഷേധങ്ങൾക്ക് ശേഷം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ ഉത്തരവിടുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 10 അധ്യായങ്ങളിലായി 423ഓളം പേജോളം വരുന്ന ആ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒരു ക്രൈസ്തവർ വളരെ ദീർഘനാളുകളായി വിവിധ സഭാ റീത്തുകളിൽപ്പെട്ട സമുദായ നേതൃത്വങ്ങൾ, ഒപ്പം സഭാ സംഘടനകളൊക്കെ വളരെ നാളുകളായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനെങ്കിലും ഉള്ള ഒരു മനസ്സ് സർക്കാർ കാണിച്ചത്. അതിലെ ചില ശുപാർശകളൊക്കെ തത്വത്തിൽ അംഗീകാരം നൽകിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു നീതി ലഭ്യമാക്കുവാൻ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശകൾ നടപ്പാക്കുവാൻ എന്താണ് ക്രൈസ്തവ സംഘടനകൾ, ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങൾ ചെയ്യേണ്ടത്? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കത്തോലിക്ക കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിൽ, ഒപ്പം തന്നെ KRLCC വക്താവ് ശ്രീ ജോസഫ് ജൂഡ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിൽ, വളരെ നാളുകൾ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പന്ത് ക്രൈസ്തവ സഭകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വങ്ങളുടെ കോർട്ടിലാണ്. ഇനി ഇത് സംബന്ധിച്ച ശുപാർശകൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള ചർച്ചകൾ, ഏതൊക്കെ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ കൂടിയാലോചനകളും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ ഇതിൽ പല ശുപാർശകൾ, പല മേഖലകളെ ബാധിക്കുന്ന പല ശുപാർശകൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും വേഗം തന്നെ നടപ്പാക്കുവാൻ ഇനി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന്, സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിൽ. എന്താണെങ്കിലും ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി എന്നത് തീർച്ചയായും വളരെ ശ്ലാഘനീയമാണ്. ആ റിപ്പോർട്ടിന്റെ അകത്തെ ശുപാർശകൾ, അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ അത്തരം ശുപാർശകളിലേക്ക് എത്തിച്ചേർന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ ഈ റിപ്പോർട്ട് ഇനി നടപ്പിലാക്കുക എന്നുള്ളത് അതൊരു ടാസ്ക് തന്നെയാണ്. ഇപ്പൊ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് റിപ്പോർട്ടിൽ കുറെ അധികം കാര്യങ്ങൾ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു എന്നാണ്. അപ്പോ ഇന്നലെ, അതായത് 28-ാം തീയതി റിപ്പോർട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന ആ മീറ്റിംഗിൽ വെച്ച് സർക്കാർ റിപ്പോർട്ടിന്മേൽ എടുത്തിട്ടുള്ള നടപടികളെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷൻ കാണുകയുണ്ടായി. അതില് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിനു മുമ്പ് ഈ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ റിപ്പോർട്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് നടപ്പാക്കിയെന്ന് പറഞ്ഞു കാണിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താണെങ്കിലും ഗവൺമെന്റ് ചില കാര്യങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഏറ്റവും പ്രസക്തമാവുന്ന സംഗതികൾ, ഇത് എങ്ങനെ നമ്മുടെ ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നതാണ്. അങ്ങനെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കണമെങ്കിൽ തീർച്ചയായും ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കുക തന്നെ വേണം. കാരണം ക്രൈസ്തവ പിന്നോക്കാവസ്ഥയുടെ ഘടകങ്ങൾ പല തലങ്ങളിലാണ്. അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമുള്ളവരുണ്ട്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയും സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയും നേരിടുന്ന ആളുകളുണ്ട്, പരിസ്ഥിതി ഭൂനിയമങ്ങൾ മൂലവും വന്യജീവി ആക്രമണം മൂലവും, അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ മൂലവും, അന്തരീക്ഷ ഊഷ്മാവിലുണ്ടായ വ്യതിയാനം, കൊടുങ്കാറ്റ്, പേമാരി, അങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ മൂലവും ഒക്കെ ബുദ്ധിമുട്ടുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ശക്തമായ ഒരു സമ്മർദ്ദ ലോബിയായി ഈ ക്രൈസ്തവർക്ക് ഒന്നടങ്കം മാറാൻ കഴിയണം. ഇപ്പൊ സഭകൾ, പല സഭകളുണ്ട്. എല്ലാ സഭകളെയും അന്ന് ഈ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലേക്ക് ഗവൺമെന്റ് വിളിച്ചിരുന്നു. പല സഭകൾ പലതായി നിൽക്കാതെ എല്ലാ സഭകളും കൂടെ ഒന്നിച്ച് പൊതുവായ വിഷയങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പൊതു ലക്ഷ്യമായി വരികയുള്ളൂ. തീർച്ചയായും ഓരോ സഭാ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രത്യേകമായ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത്തരം ആവശ്യങ്ങളിലോട് വിട്ടുവീഴ്ച കാണിക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഇപ്പോഴത്തെ നിലയിൽ സഭാ നേതൃത്വവും അതുപോലെ തന്നെ സമുദായ നേതൃത്വവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഗവൺമെന്റിൽ ഈ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തേണ്ടത്. അതിന് നമ്മൾ സാമ്പ്രദായിക മാർഗങ്ങൾക്കപ്പുറം, നമുക്കറിയാമല്ലോ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സാമ്പ്രദായിക മാർഗങ്ങൾക്കപ്പുറം ഗവൺമെന്റുമായും ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും
ശക്തമായ ഇടപെടലുകൾ നമുക്ക് നടത്താനായിട്ട് കഴിയണം. അതാണ് മുന്നോട്ട് വരേണ്ടത്. അപ്പൊ അതിന് മുന്നോടിയായി ഓരോ സമുദായവും ഈ റിപ്പോർട്ടിന് പ്രത്യേകമായ ചർച്ചകളും പഠനങ്ങളും നടത്തിയിട്ട് പൊതുവായ ഓരോരുത്തർക്കുടെയും പൊതുവായ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകമായ ആവശ്യങ്ങൾ, ഇവ ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിശാലമായ ഒരു വേദി ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി രൂപപ്പെടുകയും ആ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്താൽ ഇതിൽ പല കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോന്നിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാൻ പൊതുവായി പറയുകയാണ്, ഒറ്റ ടീമായി നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന പൊതുവിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും തീരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് അതിന് മുതിരുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ഗവൺമെന്റ് മാറ്റിവെക്കുമെന്ന് ഇതുവരെയും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. സ്കോളർഷിപ്പുകളൊക്കെയായി ബന്ധപ്പെട്ട ഏതാനും ചില പരിമിതമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലാതെ, അതുപോലെ ഇതിനോടകം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് നേരത്തെ തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മുതൽ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ഗവൺമെന്റ് ചെലവഴിക്കും എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചുകൂടി ക്രൈസ്തവ സഭകൾ സംയുക്തമായി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി, അല്ലെങ്കിൽ ഒരു ആവശ്യകത എത്രയുണ്ടെന്നുള്ളതിന്റെ ഒരു വലിപ്പം തയ്യാറാക്കി അതുകൂടെ നമുക്ക് ഗവൺമെന്റിലേക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഇതാണ് എനിക്ക് പ്രാഥമികമായി ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ശ്രീ ജോസഫ് ജൂഡ്, ഈ ഒരു റിപ്പോർട്ടിനെ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിനെ കേരളത്തിലെ ലത്തീൻ സമുദായം എങ്ങനെ നോക്കിക്കാണുന്നു? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ആ ഒരു ടൈമിങ്, നമുക്കറിയാം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും, പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ പിന്നെ ഇത് നടപ്പാക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനില്ല, അടുത്ത ഗവൺമെന്റിന്റെ തലയിലേക്കാണ് അതെല്ലാം പോകുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് പുറത്തുവിട്ടോ പ്രസിദ്ധീകരിച്ചോ എന്ന് ചോദിച്ചാൽ പ്രസിദ്ധീകരിച്ചോ, അത് വളരെ നല്ല കാര്യം. അപ്പോൾ എത്രത്തോളം നമുക്ക് ഒരു ആശാസ്യകരമായിട്ടുള്ളൊരു നടപടിയാണ് ഈ വൈകിയ വേളയിലാണെങ്കിലും ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ഈ ഒരു കാര്യം? നമുക്കറിയാം, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ശുപാർശകളും, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തെയൊക്കെ ബാധിക്കുന്ന അനവധി ശുപാർശകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ നീതിപൂർവകമായി തന്നെ, ഏറ്റവും വേഗത്തിൽ തന്നെ എങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നീതിക്ക് വേണ്ടി ഇതിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? 2 ചോദ്യം. ശ്രീ ജോസഫ് ജൂഡ്. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് 2020 ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് വീണ്ടും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് നൽകുന്നത്. JB കോശി കമ്മീഷൻ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തി ലക്ഷക്കണക്കിന്, എനിക്ക് 4,45,000 അല്ലെ നിവേദനങ്ങളാണ് കമ്മീഷൻ ലഭിച്ചത്. അത് സൂക്ഷ്മമായി പഠിച്ച് സഭാവിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് വിദഗ്ധരുമായിട്ട് അഭിപ്രായങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് 2023 സമർപ്പിച്ചത്. 32-33 മാസങ്ങൾക്ക് ശേഷമാണ് ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ നടത്തിയിരുന്ന സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലവും അതേപോലെ തന്നെ ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇത്തരമൊരു റിപ്പോർട്ട് അംഗീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ക്യാബിനറ്റ് എപ്പോഴും, ഗവൺമെന്റ് എപ്പോഴും തുടർച്ചയാണ്, ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് അടുത്ത ഗവൺമെന്റ്. അപ്പൊ ഒരു ക്യാബിനറ്റിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് വാസ്തവത്തിൽ തുടർന്നുള്ള ഗവൺമെന്റിനും അതൊരു മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത വന്നു ചേരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കിതിനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് സ്വീകരിക്കേണ്ടി വരും. ഇനി ഇതിനു മുൻപേ, ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിന് മുൻപേ പല അവകാശവാദങ്ങളും ഗവൺമെന്റ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ അവസാന നിയമസഭയിൽ തന്നെ നമ്മുടെ ന്യൂനപക്ഷ മന്ത്രി പറഞ്ഞു 502 നിർദ്ദേശങ്ങളുണ്ട്. 502 നിർദ്ദേശങ്ങളിൽ 202 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് 502 നിർദ്ദേശങ്ങളൊന്നും ഇല്ല. കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് 284 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ആ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓരോ ഹെഡിങ്ങിലും ഓരോ ശീർഷകത്തിലും കമ്മീഷൻ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രി തെറ്റിദ്ധരിച്ചിരിക്കുന്ന, നമുക്കറിയാലോ, കമ്മീഷൻ 2 വോളിയൂംസ് ആണ്. ആദ്യത്തെ ഭാഗത്തില് കമ്മീഷന്റെ നിരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിലാണ് ശുപാർശ സംഗ്രഹം എന്ന രീതിയിൽ എല്ലാ ശുപാർശകളും കൺസോളിഡേറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത്.
അതിൽ വളരെ വ്യക്തമായിട്ട് 284 ശുപാർശകളുണ്ട്. ഈ ശുപാർശകൾ വരുന്നതിന് മുൻപേ നേരത്തെ ഡോക്ടർ ജോസൂട്ടി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഡോക്ടർ ശർമിള മേരി ജോസഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, അവരൊരു പ്രസന്റേഷൻ, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അവതരിപ്പിച്ചിരുന്നു. അതായത് കമ്മീഷൻ ശുപാർശകൾ എന്ന പേരിൽ ഇതിനകം ഗവൺമെന്റ് നടപ്പിലാക്കിയ ശുപാർശകൾ ഏതെല്ലാം എന്നാണ് അത് വിശദീകരിച്ചത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ധാരാളം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് പ്രഭാതീരം അല്ലെങ്കിൽ പ്രതിഭാതീരം എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പിലാക്കി വരുന്നു എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. പക്ഷെ അത് വാസ്തവത്തിൽ കമ്മീഷന്റെ ശുപാർശകളിൽ 8241 ആണ്. വിദ്യാധീരം പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കുന്നതാണ് നിർദ്ദേശം. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് അത് ഈ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയെന്ന്. അതല്ല, അതിനു മുമ്പേ മത്സ്യബിഡിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രഭാതീരം. മറ്റൊരു പദ്ധതി നടപ്പിലാക്കിയെന്ന് പറയപ്പെടുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അത് മുഖ്യമന്ത്രിയുടെ ഗവേഷണ പ്രബന്ധത്തിനുള്ള ഒരു ഫെലോഷിപ്പ്. അത് പ്രതിമാസം 20,000 രൂപ വീതം 2.4 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥി, ഗവേഷണ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് വാസ്തവത്തില് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ന്യൂനപക്ഷത്തിന് പൊതുവിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതേപോലെ ധാരാളം ഗവൺമെന്റ് ഇപ്പോൾ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഈ JB കോശി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇതിനകം ഗവൺമെന്റ് നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ പിന്നോക്ക വകുപ്പിനെ ചുമതലപ്പെടുത്തി, ഞങ്ങൾ ന്യൂനപക്ഷ വകുപ്പിനെ ചുമതലപ്പെടുത്തി, ഞങ്ങൾ മത്സ്യബന്ധന വകുപ്പിനെ ചുമതലപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ളതാണ് ഈ നടത്തിയതെന്ന് പറയപ്പെടുന്ന, അവകാശപ്പെടുന്ന ശുപാർശകൾ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. കാരണം അപ്പൊ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് അവിടെ അവതരിപ്പിച്ച അല്ലെങ്കിൽ ഇതിനകം നടപ്പിലാക്കിയ പരിപാടികളെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിപ്പോർട്ടുണ്ട്. ഈ നടപ്പിലാക്കിയ പരിപാടികളും റിപ്പോർട്ടും തമ്മിലുള്ള താരതമ്യം നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ ഗവൺമെന്റിന്റെ അവസാന സമയമാണിത്. ഇനി അധികം നയപരമായ തീരുമാനങ്ങൾ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഇതില് ഈ JB കോശി കമ്മീഷൻ അംഗീകരിക്കപ്പെട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹങ്ങൾ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് നേരെ സൂചിപ്പിച്ചു, ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ട് ഈ കമ്മീഷൻ ശുപാർശകൾ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. ഈ ഓരോ കമ്മീഷൻ ശുപാർശകളും അത് ഏത് വിധത്തിലാണ് നടപ്പിലാക്കേണ്ടത്, ഏത് വിധത്തിൽ നടപ്പിലാക്കിയാലാണ് അത് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് എന്നീ കാര്യങ്ങൾ നന്നായ രീതിയിൽ ഗൃഹപാഠം ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് നൽകണം. ഗവൺമെന്റ് നൽകിയതിനെ തുടർന്ന് അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നൽകുന്നത്. അത് കൃത്യമായ ഒരു ഫോളോ അപ്പ് നിരീക്ഷിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പ്രയോജനകരമായി തീരൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇത് ആദ്യം ഒന്ന് പഠിക്കണം, നിർദ്ദേശങ്ങൾ സമാഹരിക്കണം, ഗവൺമെന്റിന് വീണ്ടും വീണ്ടും പ്രപ്പോസലായിട്ട് നമുക്ക് നൽകാൻ കഴിയണം. നമുക്ക് ആയിക്കോട്ടെ ഒരു ആശ്വാസം. തത്വത്തിൽ നമ്മൾ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ JB കോശി കമ്മീഷൻ അത് സാധുത നൽകിയിരിക്കുന്നു. ആ നിർദ്ദേശങ്ങളെ ഗവൺമെന്റ് അംഗീകരിക്കുന്നത് വഴി ആ വാദങ്ങളെ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടേണ്ടവയാണെന്ന് ഗവൺമെന്റ് സമ്മതിച്ചിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമാണ്. ഓക്കെ, അങ്ങ് പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തണം. അപ്പോൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും, ഇപ്പം കത്തോലിക്ക സഭയ്ക്ക് KCBC ഉണ്ട്, നമുക്കറിയാം എല്ലാ ക്രൈസ്തവ സഭകളുടെയും കൂട്ടായ്മയായിട്ട് ഇന്റർ ചർച്ച് കൗൺസിലുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് പഠിക്കുന്നു, അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിനിധികളെ വെച്ചുകൊണ്ട് ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന് കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റി അങ്ങനെ രൂപീകരിച്ച് കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് സംവിധാനം അത് രൂപീകരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എല്ലാ സഭകളുടെയും ഒരു പ്രാതിനിധ്യത്തിൽ. ശ്രീ ജോസഫ്, ഞാൻ മനസ്സിലാക്കുന്നത് KCBC തന്നെ അതിന് നേതൃത്വം നൽകുമെന്നാണ്. കാരണം KCBC ഇവിടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ യോഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം നൽകിയ സൂചന അനുസരിച്ചിട്ട് എല്ലാ സഭാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഒരു സംയോജിത ശ്രമം ഉണ്ടാകും. പിന്നീട് ആവശ്യമെങ്കിൽ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടിയാലോചന നടത്തേണ്ടി വരും. കാരണം ചില കാര്യങ്ങളിൽ സർക്കാർ വേഗത കാണിക്കും. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഉദാഹരണത്തിന്
മതാധ്യാപകരുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശം, അതിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ താല്പര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ടുള്ള ചർച്ചയും ഏകോപനവും ആവശ്യമായി വരും. അപ്പൊ അത്തരത്തിലൊരു ഏകോപന സംവിധാനം ക്രമപ്പെടുത്തുന്നത് ഗുണകരമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ശ്രീ ജോസഫ് ടി ഒഴികിൽ ഇപ്പോൾ ശ്രീ ജോസഫ് ജൂഡ് സൂചിപ്പിച്ചതുപോലെ, അതായത് നമ്മൾ എങ്ങനെയാണോ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്, അതിൻ്റെ ഒരു ഇരട്ടി തീക്ഷ്ണതയോടുകൂടി തന്നെ ഇനി മുന്നോട്ട് പോകേണ്ട സമയങ്ങളല്ലേ നമ്മളെ അഭിമുഖീകരിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നു, ഇനി അത് പ്രസിദ്ധീകരിക്കണം, അതിൻ്റെ ഫോളോ അപ്പ്, അത് കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നടത്തിയില്ലെങ്കിൽ പിന്നെ പഴയ മറ്റു പല റിപ്പോർട്ടുകളെ പോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഫയലിൽ ഉറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു ഇരട്ടി തീഷ്ണതയിൽ ഇനി ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതല്ലേ ശ്രീ ജോസഫ് ടി ഒഴികിൽ? ഏട്ടിലെ പശു പുല്ല് തിന്നുവരെന്നാണ്. ഇനി ഈ പശുവിനെ പുല്ല് തിന്നുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് സാധ്യമാണെങ്കിൽ വളരെ നിരന്തരമായ ഒരു ശ്രമം നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ ഒരു തവണയോ 2 തവണയോ മാത്രമായിട്ട് ആയില്ല. നിരന്തരമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് നടത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതിനോടകം കൃത്യമായി കണ്ടിട്ടുണ്ട്, ക്രൈസ്തവ സ്ഥാപനങ്ങളും അതുപോലെ ക്രൈസ്തവ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഒരു അനാവശ്യ സ്പീഡ് കുറവ് നമ്മൾ പല കാര്യത്തിലും കണ്ടിട്ടുണ്ട്. സ്ലോയിലെ പോവുള്ളൂ. അത് കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കോളട്ടെ. അപ്പൊ തീർച്ചയായും ഇത് ഒരു കാര്യമുള്ളത്, ഇത് നമ്മൾ മറ്റാർക്കെങ്കിലും കിട്ടേണ്ട ഏതെങ്കിലും ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളതല്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നിലവിൽ അവര് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് കിട്ടേണ്ടതൊന്നും നമ്മൾ പിടിച്ചു വാങ്ങുന്നില്ല. മറിച്ച് ഇത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് മറ്റ് വിഭാഗങ്ങൾക്കുള്ളതുപോലെ തന്നെ നിലനിൽക്കാനുള്ള അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത് സ്ഥാപിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പലരും അതിന്മേൽ നെറ്റി ഒളിക്കുന്നുണ്ട്. കാരണം പല സംഘടനകൾ ഇപ്പം ചെറുതോതിലുള്ള ചൊളിക്കലുകൾ ഇതിനോടകം നടത്തി. ഇത് ഏതാണ്ട് ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മൾ നേടിയെടുക്കുകയാണെന്ന്. എന്നാൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യ അവകാശങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിധിക്കകത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ബഹുഭൂരിപക്ഷം ശുപാർശകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അവകാശമാണ്. ഇനി ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് പുറത്ത് ജെ ബി കോശി കമ്മീഷൻ വെച്ചിരിക്കുന്ന കുറെ അധികം ശുപാർശകളുണ്ട്. അത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്, ഭൂനിയമങ്ങളും പരിസ്ഥിതി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധിയായ ശുപാർശകൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ ശുപാർശകളുടെ ഗുണഭോക്താക്കൾ ഒരിക്കലും ന്യൂനപക്ഷങ്ങളല്ല. അത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, അത് കേരളത്തിന്റെ പൊതുസമൂഹമാണ്, കാർഷിക മേഖല ഉൾപ്പെടെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്നതിന് 2 തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒന്ന്, ഇത് ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിലുള്ള അവകാശങ്ങളും നിലനിൽപ്പ് ഉറപ്പാക്കുന്നതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കാർഷിക മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലകളിലും ഒക്കെയുള്ള ആളുകൾക്കും കൂടി അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സമ്മർദ്ദങ്ങൾ കൂടുതൽ ശക്തമാക്കണം. അതിന് ഇപ്പൊ പ്രിയപ്പെട്ട ജോസഫ് ജൂഡ് പറഞ്ഞ പോലെ ഇന്റർ ചർച്ച് കൗൺസിലിൽ വരെ അത് കാര്യങ്ങൾ എത്തിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. പ്രാഥമികമായി KCBC തലത്തിൽ ഇത് സംബന്ധിച്ച ഒരു പഠന ശിബിരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ തരത്തിലുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രാഥമികമായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനവും പഠനവും നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ ഒരു മുൻഗണന നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. പ്രയോറിറ്റി, ഇനി ഇന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ഇത്ര സമയത്തുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന ഒരു മുൻഗണന നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ട് ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കാണിച്ച ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞതും വളരെ സ്ലോ ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോറിറ്റി കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇതിനൊരു മോണിറ്ററിംഗ് സംവിധാനം, ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, അത് കാലാകാലങ്ങളിൽ വിലയിരുത്തൽ നടത്തണം. അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം, അത് ഗവൺമെന്റിന്റെ ആളുകളും നമ്മളും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ആളുകളും സർക്കാരിന്റെ ആളുകളും കൂടി ഉള്ള ഒരു സംയുക്ത മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരികയും ആ മോണിറ്ററിംഗ് സിസ്റ്റം യഥാകാലത്ത് നടപ്പാക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമാണോ, അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പരിപാടികളുടെ നടത്തിപ്പ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും.
അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് സിസ്റ്റം ഇതിനോടനുബന്ധമായി ഇവോൾവ് ചെയ്യേണ്ടതുണ്ട്. സാധാ സർക്കാർ പരിപാടിയുടെ ഭാഗമായി ഇത് നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആ സർക്കാർ പരിപാടിയുടെ ആ എല്ലാ ഉദാസീനതകളും എല്ലാ പരിമിതികളും അതിൻ്റെ അകത്തുണ്ടാകും. അപ്പൊ അതിനെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല ഒരു സിസ്റ്റം ഇതിന്റെ മോണിറ്ററിങ്ങിനും ഇതിന്റെ നടപ്പാക്കലുമായി വേണ്ടിയിട്ട് നമുക്ക് സർക്കാർ തലത്തിൽ കൊണ്ടുവരിപ്പിക്കണം. അല്ലെങ്കിൽ സഭകളുടെ നേതൃത്വത്തിൽ അതിനുള്ള ഒരു പശ്ചാത്തലം നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മളുള്ള ഉത്തരവാദിത്തങ്ങൾ പല തലങ്ങളിലാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ വർഷത്തെ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. പുതിയ സർക്കാർ വരുമ്പോൾ ഒരുപക്ഷെ ഇതിനുള്ള റിവൈസ്ഡ് ബഡ്ജറ്റ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ പുതിയ റിവൈസ്ഡ് ബഡ്ജറ്റിൽ ഏതെല്ലാം ഐറ്റങ്ങൾക്ക് ഫണ്ട് വകയിരുത്തണം എന്നുൾപ്പെടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വന്ന് പൈസ തരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ വരാൻ പോകുന്ന പുതിയ ഗവൺമെന്റ്, അത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ മൂന്നാം ആണെങ്കിലും പുതിയ ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിന് മുമ്പിൽ നമ്മൾ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശുപാർശകൾ, നമ്മുടെ നിർദ്ദേശങ്ങൾ വെക്കുകയും അങ്ങനെ ഒരു ക്രിയാത്മകതയോട് കൂടിയുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താനായിട്ട് കഴിയുകയും ചെയ്യണം. മീഡിയകൾ അതുപോലെ തന്നെ നമുക്കുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ ആവശ്യമായ പ്രഷർ ചെലുത്തി നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയണം. ഇതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് എല്ലാം ആയി എന്ന ഒരു അലസ മനോഭാവത്തിൽ നമ്മൾ ഒരിക്കലും ആയിരിക്കരുത്. കൂടുതൽ ജാഗ്രതയോടെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി തീഷ്ണതയോടുകൂടി തന്നെ ആ റിപ്പോർട്ടിനെ ഫോളോ അപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ടും നടപ്പാക്കുന്നുണ്ടോ എന്ന ഒരു കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒന്നു ചേർന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു ജാഗ്രത, ഒരു നീക്കം ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ സംജാതമാകട്ടെ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, ഒപ്പം തന്നെ ശ്രീ ജോസഫ് ജൂഡ്, രണ്ടുപേർക്കും നന്ദി.